നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ എന്താണ്? ഇത് കേട്ടാണ് ഒരുപക്ഷെ ഇന്ന് മലയാളികൾ എല്ലാവരും ഉണർന്നു കാണുക. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. അതിനിടയിൽ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റു എന്നൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെ മാധ്യമങ്ങൾ പകർത്തിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴും ഒരു തരത്തിലും ഈ പറയുന്ന പ്രതിഷേധക്കാർ മന്ത്രിയുടെ തൊട്ട് അടുത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും പല സംശയങ്ങളും നിലനിൽക്കുന്നതിനാൽ തന്നെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച ഒരു കാര്യമായതിനാൽ CCTV ദൃശ്യങ്ങൾ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള CCTV ദൃശ്യം കൂടി പരിശോധിച്ച് നമുക്കൊരു വ്യക്തത വരും. പക്ഷേ ഇവിടെ റെയിൽവേ സുരക്ഷാ സേന അതായത് RPF നടത്തിയ പരിശോധനയിലും പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നടത്തിയ പരിശോധനയിലാണ് അത്തരം ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായത്. സംഭവത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ റെയിൽവേ പോലീസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്താണ് പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ രാത്രിയോടെ കണ്ണൂർ റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മന്ത്രിയുടെ മൊഴി നേരിട്ടെടുക്കാൻ കഴിയാതിരുന്നതിനാലാണ് നടപടി വൈകിയതെന്നും അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഒരു സൈഡിൽ മന്ത്രിയുടെ നാടകമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു വാർത്ത വരുന്നതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടക്കുന്ന പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ആരോഗ്യമന്ത്രിയുടെ വെറും നാടകമാണ്, ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വിമർശിക്കുന്നത്. ഇതിനിടെ നാടകം വളരട്ടെ എന്ന കുറിപ്പോടെ നടനും സംവിധായകനുമായ ജോയ് മാത്യു ഫേസ്ബുക്കിലിട്ട പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചു. മന്ത്രിയുടെ പരിക്കിനെ നേരിട്ട് പരാമർശിക്കാതെ എന്നാൽ സാഹചര്യത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ജോയ് മാത്യുവിന്റെ പോസ്റ്റ്. അപ്രതീക്ഷിതമായ വേദികളിലൂടെ മികച്ച അഭിനേതാക്കൾ പെട്ടെന്ന് കടന്നു വരുന്നത് നിലവിലുള്ളവർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പ്രതിഭകളെ അംഗീകരിക്കേണ്ടതാണ്. മാറാത്തതൊന്നു മാത്രം ക്യാമറ എടുത്ത ദൃശ്യങ്ങൾ എന്ന് മാർക്സ്. എന്നും മികച്ച അഭിനേതാക്കൾക്കൊപ്പം നാടകം വളരട്ടെ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അഭിനേതാക്കൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം പരിഹാസ രൂപേണ പോസ്റ്റിൽ സൂചിപ്പിച്ചു. വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും മികച്ച അഭിനേത്രിയാണെന്ന് തെളിയിച്ചുവെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ സ്ഥലത്തുണ്ടായിട്ടും KSU പ്രവർത്തകർ മന്ത്രി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പോലുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPMന്റെ കൈരളി ചാനലിലടക്കം പ്രതിഷേധക്കാരോട് ആക്രോശിക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന ആരോപണത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും ACC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ MP ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ആലപ്പുഴയിലെ സ്വീകരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരെയും ഉപദ്രവിക്കുക എന്നത് കോൺഗ്രസിന്റെ രീതിയല്ല. ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആരോഗ്യമന്ത്രിക്ക് സഹതാപം നേടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ നാടകമാണ് ആക്രമണ ആരോപണം. അത് പാളിപ്പോയി. നുണ 100 വട്ടം പറഞ്ഞ് സത്യമാക്കാൻ നോക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. KSU പ്രതിഷേധത്തിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി മന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ടു. മന്ത്രിയുടെ വലത്തെ കഴുത്തിനാണ് ക്ഷതമേറ്റത്. വലത്തോട്ടോ ഇടത്തോട്ടോ അനക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിന്റെ വേദന മുഴുവൻ ശരീരത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ബുള്ളറ്റിൻ പുറത്താക്കും, MV ജയരാജൻ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക ആക്രമണമാണ് അരങ്ങേറുന്നത്. കൊളശ്ശേരിയിലെ കോൺഗ്രസിന്റെ പ്രിയദർശിനി ഓഫീസിന് മുമ്പിൽ റീത്ത് വെച്ചിട്ടുണ്ട്. കൊടിമരത്തിന് താഴെയും ഓഫീസിന് മുമ്പിലുമാണ് റീത്ത് വെച്ചിരിക്കുന്നത്. കോടിയേരിയിൽ പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കഴിഞ്ഞ ദിവസം തീയിട്ട് നശിപ്പിച്ചിരുന്നു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. വൻ പോലീസ് സന്നാഹം കണ്ണൂർ DCC ഓഫീസിന് മുമ്പിലും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലുമുണ്ട്.
ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അക്രമം നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് പോലീസ് മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധ സമയത്തെ എല്ലാ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ പരിശോധിച്ച ഒരു ദൃശ്യങ്ങളിലും KSU പ്രവർത്തകർ മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്നതായി കണ്ടെത്താനായിട്ടില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു പ്രതിഷേധം. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനായി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സാധാരണ രീതിയിൽ മന്ത്രി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നീട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം സ്പീക്കർ N ഷംസീറിനെ കാണുകയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുകയും ചെയ്തതായും ദൃശ്യത്തിലുണ്ട്. കഴുത്തിന് വേദന തോന്നിയതിനെ തുടർന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മന്ത്രിയുടേത് നാടകമാണെന്നും KSU ആരോപിച്ചു. എന്നാൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശുമ്പോൾ അത് മന്ത്രിയുടെ കഴുത്തിലേക്ക് വന്നു വീഴുന്നത് ദൃശ്യങ്ങളുണ്ടെന്നാണ് CPM വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും MV ജയരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൃത്യമായിട്ടുള്ള കുരുക്കുകൾ മുറുക്കിക്കൊണ്ടുള്ള FIR തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്ക് കുരുക്ക് മുറുകിയിരിക്കുകയാണ്.